ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വലയെടുക്കാൻ പോവാം. ഞാൻ ഇന്നലെ ആറ്റിൽ സൈഡിൽ കൂടെ വലയിട്ടിട്ടുണ്ട്. നമുക്ക് ആ വലയൊന്ന് എടുക്കാൻ പോവാം. എന്തുമാത്രം മീനുണ്ട് എന്നാണ് നമുക്കൊന്ന് പോയി നോക്കാം. മീൻ എല്ലാം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വലയിട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് പോയി ഒന്ന് വലയെടുക്കാം. വാ, പോവാം. ഇപ്പം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് പോയി ഏതായാലും ഒന്ന് വല ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്ക് പോയി വലയെടുക്കാം. വല ഇട്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വന്ന് വല അടിച്ചെടുക്കുന്നത്. കുറുവപ്പരല വീണ്ടും ഉണ്ട്. ഇവിടെ ഉടക്ക. രണ്ട് മീനെ നമുക്ക് കിട്ടിയുള്ളൂ ഇതിനായിട്ട്. വേറെ മീനെയൊന്നും കിട്ടിയില്ല. ഒരു പനിയാരയാണ്, മുഴുത്ത പനിയാരയാണ്. ഇത് ഉടക്കാണ്. ഒരു പാലാങ്കണ്ണി ഉണ്ടോ, മുള്ളൻകണ്ണി. രാവിലെ നിലയ്ക്ക് വലയിട്ടിട്ട് പോവുകയാണ് എന്നിട്ട് ജോർജ്. വേറെ വലക്കാരെ ആരും കണ്ടില്ല, പുള്ളിയെ മാത്രമേ കണ്ടുള്ളൂ. നമ്മൾ ഈ വല ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. ചെറിയൊരു മഞ്ഞക്കുരി ഇടക്കിയിട്ടുണ്ട്, ഉണ്ടോ? കുറുവ. മീൻ തീരെ കുറവാണ്. നമ്മൾ ഇത്ര വല വലിച്ചിട്ട് കിട്ടുന്ന മീനാണ്. ഈ വല വലിച്ച് ഒരു വല വലിച്ച് തീർന്നു. ഇനിയും മീൻ വല്ലതും ഉണ്ടോന്ന് നോക്കാം. കുറവായ വേണ്ട, ഇത് നമുക്ക് അഴിച്ചെടുക്കാം. നമ്മൾ ഈ ആറ്റിലൊക്കെ ഇങ്ങനെ വലയിടുമ്പോൾ ഇങ്ങനെ സൈഡിലുള്ള പുല്ല് ഒക്കെയാണ് വല കെട്ടി നിർത്തുന്നത്. അല്ലെങ്കിൽ ഒഴുക്ക് വരുമ്പോൾ ഈ ഒഴുക്കിന് വല അങ്ങ് പോവും.
അതിൽ നമ്മൾ ഈ ഒരു വല വലിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത വല നമുക്ക് വലിക്കാം. നമ്മളിവിടുത്തെ ഒരു കുറ്റിയിലാണിത് കെട്ടി നിർത്തിയിരിക്കുന്നത്. അഴിച്ചെടുക്കാം. ഈ വല ഇങ്ങനെ വലിച്ച് എടുക്കട്ടെ, നോക്കട്ടെ എല്ലാം കൊണ്ടുവന്നു. ഒരു കുറവാണ് വേണ്ട. ഒരു കുറവായിട്ട് കിട്ടി. നമ്മൾ വല മൊത്തം വലിച്ചു തീർന്നു. നമുക്ക് കിട്ടിയ മീൻ ഇപ്പം മീൻ എടുത്ത് കാണിച്ചു തരാം. നമുക്കായാലും നമ്മുടെ പഴയ മാർക്കറ്റിലേക്ക് ഒന്ന് പോവാം. അവിടുത്തെ കാഴ്ചകൾ എന്തുണ്ട്, മീനും എല്ലാവർക്കും ഉണ്ടോ, അല്ലെ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. കൂടെ നമ്മുടെ മീനും എടുക്കാം. ഓക്കെ, പറ്റയോ? ആ, ജോർജിന് വറ്റ കിട്ടിയെന്ന്. കടലിലെ മീനാണ് വറ്റ. അതിപ്പോൾ ഇങ്ങനെ കയറി വരുന്നത്, ഈ എമ്പനാട്ടുകായൽ വഴി കയറി വരുന്നത്. ഉണ്ടോ വറ്റ? ആ ഒരെണ്ണേ കിട്ടിയുള്ളൂ അല്ലേ? അത് കൂട്ടത്തോടെ വരുന്ന മീനല്ലേ? കൂട്ടത്തോടെ വരുന്ന മീനാ. ഉണ്ടോ? കരയുന്ന സ്വരം കേൾക്കുന്നുണ്ടോ? അല്ല, വറ്റ നേരത്തെ കിട്ടും. വറ്റ, കതിരാൻ, ഇതെല്ലാം കിട്ടും ഇവിടെ. അപ്പൊ നമുക്ക് നേരെ ജെട്ടിയിലോട്ട് പോവാം. അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഓക്കെ. നല്ല കരച്ചിലാണ് ഈ ഇടയ്ക്ക്. അപ്പൊ നമുക്ക് കിട്ടിയ മീനാണിത്. മണിച്ചേട്ടനൊക്കെ വന്നിട്ട് നമ്മളെ കളിയാക്കുന്നുണ്ട് മീൻ കുറവ് കിട്ടിയതിന്. മണിച്ചേട്ടൻ ഏതായാലും ഞാൻ കറി വെക്കാനുള്ള മീനുണ്ട്. അപ്പൊ നമുക്കിന്ന് കിട്ടിയ മീനാണിത്. നമുക്ക് അല്ല, ഇതിനകത്ത് ഏറ്റവും നല്ല നമുക്ക് ഇത് കണ്ടില്ലേ, സൂപ്പർ ഒരു പനയാരകനാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ പിടിക്കാനൊക്കത്തില്ല, ജീവനോടെ കിടക്കുക. ഇത്ര മീനാണ് നമുക്ക് ഇന്ന് ഇത്ര മലയിട്ടിട്ട് കിട്ടിയത്. അതിൽ നമുക്ക് കരക്കത്തെ കാഴ്ചകളും മറ്റു കാണാം. എന്നിട്ട് നമുക്ക് ഒരേ ചായയും കുടിച്ചിട്ട് പോവാം. ഓക്കെ. മണിച്ചേട്ടൻ ഇന്ന് മീൻ തീരെ കുറവാണെന്ന് പറഞ്ഞു. നമുക്ക് കറി വെക്കാന് വറക്കാന് അരകന നമ്മൾ കൊടുക്കുന്നില്ല. അരകനുണ്ട്, ഇത് കൊടുത്തേക്ക്. ഇന്ന് നമ്മൾ വലയിട്ട് മീൻ പിടിച്ച് കിട്ടിയ മീൻ മണിച്ചേട്ടന് കൊടുത്ത്. ഇപ്പൊ മീൻ തീരെ കുറവാണ് നമ്മുടെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി കരക്കത്തെ കാഴ്ചകളൊന്ന് കാണാം. ഒന്ന് ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. ജോർജിന്റെ മീന് നോക്കട്ടെ. മീൻ കുറവാ, ജോർജിനും കുറവാ മീൻ. ഗുരുവായും തുളിയാണ്. ഇവിടെ വന്ന് നിങ്ങള് എല്ലാ സൈസ് വലയിട്ട, ചെറിയ വലയിട്ട്, വലിയ വലയിട്ട്.
വാ നമുക്ക് അവിടുത്തെ മണിച്ചേട്ടൻ്റെ അവിടുത്തെ കാഴ്ചകൾ കാണാം. ജോർജ് മീനും കൊണ്ട് അങ്ങോട്ട് വരും. മണിച്ചേട്ടന് എപ്പോഴും ബോക്സ് നിറച്ച് മീൻ വരുന്നതാ. മീനിന്റെ ലഭ്യത കുറവാണ്. ഇത് ഒരാൾക്ക് മാത്രമേ ഇന്ന് ഇവിടെ മീനുള്ളൂ, ജോർജിന് മാത്രം. മറ്റുള്ളവർക്ക് ആർക്കും മീൻ കുറവാണ്. ഇല്ല. അപ്പം നമുക്ക് ആ മീൻ കൊണ്ടുവന്ന് അതും കൂടെ തൂക്കുന്നതും മറ്റു കാഴ്ചകളും കാണാം. ഓക്കെ, ജോർജ് മീനുമായിട്ട് വരുന്നുണ്ട്. നോക്കാം. വല നമ്മളീ പറയുന്നല്ലോ, വല ഒത്തിരി വല ഇട്ടിട്ട് ആണ് അത്ര മീൻ കിട്ടിയത്. വെച്ചു അത് ഞെക്കണ്ട. 10 ഗ്രാം മൈനസ് ഉണ്ടോ? 10 കിലോ 9 കിലോ. തീർന്നോ? ഞാൻ 10 കിലോ മീനാണ് പറഞ്ഞത്. എപ്പോഴേ മീൻ ബോക്സ് നിറച്ച് മീനും കൊണ്ട് പോവല്ലേ. ഇന്ന് ഇങ്ങനെയൊന്ന് പോവും. അതെ, മണിച്ചേട്ടൻ ഇന്ന് പെട്രോൾ കാശ് കിട്ടത്തില്ലെന്നാ പറയുന്നത്. എന്തായാലും കിട്ടിയ മീന് എല്ലാം മണിച്ചേട്ടൻ തന്നില്ലേ. ഇന്നിപ്പോ ഒരു ദിവസം ഇന്നിങ്ങനെ പോവും. എല്ലാ ദിവസവും ബോക്സ് നിറച്ചല്ലേ മീൻ കൊണ്ട് പോകുന്നത്. അപ്പൊ ഇന്ന് ഒരു ദിവസം അങ്ങനെ പോകും. മീനിന്റെ കാര്യങ്ങൾ അങ്ങനെ കിട്ടുമ്പം ഒരു കിട്ടല് കിട്ടി, ഇല്ലാതെ വരുമ്പോൾ ഒന്നുമില്ലാതെ വരും. മീൻപിടുത്തത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മൾ വലയിട്ടിട്ട് കിട്ടിയ മീനെ കാണിച്ചു, മണിച്ചേറിന് കിട്ടിയ മീനെ കാണിച്ചു, ജോർജിന് കിട്ടിയ മീനെ കാണിച്ചു. ഇത്ര മീനാണ് ഇന്ന് നമ്മളത്തെ ജെട്ടിലെ കാഴ്ചകൾ. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ്. ഓക്കെ, മീൻ മേടിക്കാൻ വന്നതാണ്. മീനെല്ലാം മണിച്ചേറിന് കൊടുത്ത്, മീനൊന്നും ആരുടെയും ഇല്ല. ലാസ്റ്റാണ് മീൻ മേടിക്കാൻ വന്നത്. ഇതിന്റെ പേര് വാട്ടർ അജി എന്നാണെന്ന് അറിയുന്നത്. പ്രവാസിയാണ്. ഇപ്പൊ നാട്ടിൽ കുറെ നാള് ഇല്ലായിരുന്നു, ഇപ്പൊ വന്നിരിക്കുകയാണ്. മീൻ മേടിക്കാൻ ആശാൻ ഇപ്പം വന്നതാണ്. മീൻ കിട്ടിയില്ല. ഒരു ഹൈ ഒന്ന് വെച്ചേരും.